വൃത്തികേടല്ല. എന്ത് ഇപ്പൊ പറഞ്ഞത് പറഞ്ഞേ. അവൻ എവിടെന്നോ 320. ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളന്ന് വണ്ടർലേ പോയ സമയത്ത് ഇവര് അക്ഷയകുമാർ ഏറ്റവും വൃത്തികെട്ടവനാട്ടാ, കണക്ക് പറയുന്നവന് കണ്ട. ഇവര് പണ്ടങ്ങാണ്ട് അഖിലിനൊരു കട്ട്ലറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് 320 രൂപ ഇപ്പോഴും വേറെ ആരെയോ ഏതോ ഒരു പയ്യനെ പറ്റിച്ചാണ് 320 രൂപ. ഇതുപോലെ പഠിച്ചിടും. ഇതുപോലെ താൻ കാണാപാടല്ലേ പഠിച്ചിരുന്നെങ്കിൽ താൻ ആരായാലും വല്ല വലിയ നിലയിലെത്തിയാണല്ലേ. കാശ് കൊടുത്തേക്കാ ഓർത്തിരിക്കണുണ്ടല്ലോ. എന്റെ ഉണ്ട്, എന്തിനു തരുന്നില്ല. ഇവൻ വെറും കണക്ക് പറയുന്നതാണ്. ഇവന് കൊടുക്കരുത്. കണ്ണാടി വെച്ചിട്ട് നല്ല അഖില് കണ്ണാടി കൂടെ നോക്കിക്കേ. അക്ഷയകുമാർ ഭയങ്കര മോശം. 320 രൂപയുടെ കട്ട്ലൈറ്റും ലൈം ജ്യൂസും ആ പൈസ കൊണ്ട് എത്ര ഏത്തപ്പഴം മേടിച്ച് പുഴങ്ങി തിന്നായിരുന്നു. അക്ഷയകുമാറിന് ശരി ഏത്തപ്പഴത്തിന്റെ കൂടുതല പറഞ്ഞിട്ടുണ്ട് എന്നെ അടിക്കരുതെന്ന്. അപ്പൊ എന്നെ അടിക്കാം. നിങ്ങൾ ആരും ജന്മത്ത് കുമാറിനെ കണ്ട ഒരു തുള്ളി വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കരുത്. എല്ലാ വിവരങ്ങളും അതിനകത്ത് ഞാൻ നിങ്ങളെ പറയുന്നതാണ്. ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാം അറിയിക്കാം. കാണണേ. ഓക്കെ, കാണാം. ഞാനും ഇടും ഇവ സംവിധായകന്റെ തോന്നിവാസങ്ങള്. ഞാനിടും മോനെ. നിന്റെ ഡീറ്റെയിൽ A to Z കാര്യങ്ങൾ ഞാൻ എന്തായാലും എല്ലാം, ഞാൻ സ്റ്റോറിയിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഞാൻ എല്ലാം ഇതാവുന്നുണ്ട്. അവർക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ അറിയുന്നതൊക്കെയാണ്. അറിയാത്താണെങ്കിൽ ഞാൻ ഇടും. സ്വഭാവം ഞാനിടും. ഓക്കെ, ഇന്ന് അതിന് കണക്ക് പറയുന്നത് ആരാ കണക്ക് പറഞ്ഞത് ഇപ്പൊ അറിയില്ല. അഖിലിന് പണ്ടങ്ങാണ്ട് ഒരു 320 രൂപ കൊടുത്തത് ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. ഒരു കട്ട്ലറ്റ് ആ പേര് എടാ ഞാൻ പറഞ്ഞത് തിരിച്ചറിയണ്ട, എന്നാലും അതിന് വിലയുണ്ട്. മോശം. ഞാൻ വെക്കും, എനിക്ക് വയ്യ, മതിയായി. ബൈ കുമാറേ. ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ട് നിന്റെ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, അപ്പൊ അഖിൽ ശ്രീകുമാറിന്റെയും നീതു തോമസിന്റെയും പരിപാടി കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. രാവിലെ 1:30 കൊണ്ടുവന്നേ ഒരു പച്ചവടം. ഇപ്പൊ 5:30 വല്ലോ കഴിക്കട്ടെ, മമ്മക്ക് കഴിക്കാൻ വേണ്ടി വന്നേക്കോ. കരയുന്നു എന്റെ പൊന്നോ പാവം. കരയൊന്നും അല്ലത്. നടക്ക്. അഖിലടുത്ത് ചോദിച്ചു എന്തോ മേടിച്ചിരുന്നു. മന്തിക്കാനെ പോകുന്നു. ഞങ്ങളെല്ലാരും മന്തിക്കാൻ. എടാ എന്തോടെ വാങ്ങി തരുന്ന? നിനക്ക് ഇവിടെ അപ്പവും മുട്ടയും ചിക്കനും ചപ്പാത്തി എല്ലാവരും കഴിക്കുന്ന മേടിച്ച് കാണിച്ചു കേട്ടോ. എല്ലാവരും കഴിക്കുന്ന ചിക്കൻ ടിക്ക വേണം. ചിക്കൻ വേണം. ടിക്ക ചേട്ടൻ. Quick question. What is your name? My name is Neetu Thomas. Neetu Thomas. How do you define success? Success is defined as അത് depends on. അതുപോട്ടെ ട്രൂ ലവിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന? ട്രൂ ലവ് എന്ന് വെച്ചാല് എന്തുവാന്ന് പറഞ്ഞേ? നമ്മൾ ഒരാളുടെ ഇഷ്ടത്തിന് വിടുക. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത്, ഇപ്പം ഞാനും താനും റിലേഷൻ ആണെന്ന് വെക്കാം. ഇപ്പൊ ഞാൻ പറയണം അക്ഷയകുമാർ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം, അതൊരു അങ്ങനെയല്ല. അക്ഷയകുമാറിന് ഇഷ്ടമുള്ള ചെയ്യണം. ഓക്കെ, ഞാൻ ലവ് ചെയ്യണം, അങ്ങനെ. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നിങ്ങളോടൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഹൗ ഡു യു ഡിഫൈൻ ട്രൂ ലവ് പറഞ്ഞേ? എന്തോ നിന്റെ കാഴ്ചപ്പാടിൽ? നിന്റെ കാഴ്ചപ്പാടിൽ ട്രൂ ലവ് എങ്ങനെയാണ്? എന്റെ കാഴ്ചപ്പാടിലെ ട്രൂ ലവ് കഴിഞ്ഞു. ഇപ്പൊ അല്ല, എന്റെ കാഴ്ചപ്പാടിലോട്ട് ഇപ്പൊ എനിക്ക് കാഴ്ചയില്ല. അതായത് ട്രൂ നീ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന? ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യുവാണ്. അതെ, ട്രൂ ലവിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ലടാ. കാരണം ട്രൂ ലവ് എന്നേ മരിച്ചു. അതുകൊണ്ട് ട്രൂ ലവ് ഇന്ന് ലവ് അതാണ്. അപ്പൊ രണ്ടുപേർക്കും അറിയത്തില്ല അതിനെപ്പറ്റി. അറിയാം, പക്ഷെ പറയാൻ താല്പര്യമില്ല. കാരണം ഇന്ന് അതിനെ കുറിച്ച് കേൾക്കാനുള്ള പ്രേക്ഷകരില്ല. അതാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ ട്രൂ ലവ് ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ എന്നാലും കുറെയൊക്കെ ഫേക്ക് ആണ്. പിന്നെ ടൈം പാസിന് വേണ്ടിയിട്ടാണ്. കുറെ സാധനം ഇപ്പൊ ഉണ്ടല്ലോ, സിറ്റുവേഷൻഷിപ്പ്, മറ്റേ സാധനമൊക്കെ എന്താണ് സിറ്റുവേഷൻഷിപ്പാ, കുറെയൊക്കെ ഉണ്ട്. അങ്ങനെയല്ലേ, ട്രൂ ലവ് ഉണ്ട് കേട്ടോ. എന്നാലും ലവ് എന്ന് വെച്ചാൽ തന്നെ പ്യുവർ ആണ്, ട്രൂ ആണ്, റിയൽ ലവ് ആണെങ്കിൽ. അല്ലെങ്കിൽ ലവിനൊരു വാല്യൂ ഇല്ല. ചുമ്മാ എന്തോ ഫ്രണ്ട്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. ചുമ്മാ ഇവന്റെ കൂടെ പബ്ലിക് വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട്.
പിന്നെ കുറെ നാൾ കൂടി ഇന്ന് പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോസ് ചെയ്ത് അതിന്റെ കൂടെ പബ്ലിക് വീഡിയോസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടും കുറേ നാളായി. ആൾക്കാരൊക്കെ ചോദിക്കുന്നത് വീഡിയോ ഇടുന്നില്ലേ എന്നൊക്കെ. എത്ര പേര് കാണുന്നുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു, പോസ്റ്റ് ആയിരുന്നു, പിന്നെ കണ്ടന്റ് ഒന്നുമില്ല, എന്ത് എടുക്കണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നെ വണ്ടിയാണെങ്കിൽ ഒന്ന് ഇടിച്ച് ശോകമായിട്ട് കിടക്കുക, ഫുള്ള് പൊളിഞ്ഞു പോയി. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ വരുന്നുണ്ട്. വണ്ടി ഞങ്ങൾക്ക് നാളെ കിട്ടും. അപ്പം അതൊക്കെ ആയിട്ട് ഒരു നല്ല വീഡിയോ ഇറക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ചിലവരൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്ത് എന്താ വീഡിയോ ഇടാത്ത കുറച്ച് നാളായാലും 2 ആഴ്ച ആയല്ലോ എന്നൊക്കെ. അപ്പോഴാണ് ഞാൻ ഓർക്കുന്ന 2 ആഴ്ച ആയല്ലേ എന്നൊക്കെ. പിന്നെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഭയങ്കര കണ്ടന്റ് ഒന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ എടുക്കും, അത്രേ ഉള്ളൂ. ഗായ്സ് ഇവിടെ മന്തി വരുന്നില്ല, കംപ്ലൈന്റ് ചെയ്യണം. കംപ്ലൈന്റ് ചെയ്യണമെന്നല്ല, പറഞ്ഞില്ല അവർ ഇത്രയും നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോ ഞാൻ പോയിട്ട് പറഞ്ഞിട്ട് വരാം, കാണിച്ചു തരാം റെസ്പോൺസ്. എന്തോ വേണ്ട. ഇതാണ് നമ്മുടെ 4 ബഡീസ്. അഖിൽ ശ്രീകുമാർ, നീതു തോമസ്, അഖിലിന്റെ 2 ഫ്രണ്ട്സ് ആണ്. എന്താ സങ്കടം ഉണ്ടല്ലോ. ഫുഡ് കിട്ടിയില്ല, അത് തന്നെ സത്യം. എന്തോ നീതുവിന് എന്തോ അലട്ടുന്നുണ്ടെന്നാ ഞാൻ അറിഞ്ഞു. എന്തോ അലട്ടുന്നുണ്ട്. എവിടെ? തൃശ്ശൂരുള്ള ഒരു കടയിലൊന്നും വേണ്ട. തൃശ്ശൂരുള്ള കടയിലൊന്നും അലട്ടുന്നില്ല. തൃശ്ശൂരുള്ള ഏതോ ഒരു ഷോപ്പുണ്ട്, അവിടെ എങ്ങാണ്ട് എന്തോ അലട്ടുന്നുണ്ട്. കുറെ ദിവസമായി. അവിടെ എന്താ ഞാൻ പറഞ്ഞില്ലേ. ആക്ച്വലി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. ഇനി ഓണത്തിനൊക്കെ ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോടാ അഖിലേ? അതെ, ഓണത്തിന് ഞങ്ങൾ പെട്ടെന്നുള്ള പ്ലാനിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രനാള് ഞങ്ങളോട് പറയും ഓണം പരിപാടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ലോഗ് കാര്യങ്ങളും ഇടാൻ പറ്റിയില്ല. പക്ഷെ ഇനി സെറ്റ്, അതായത് ആലപ്പുഴ ഞങ്ങൾ കത്തിക്കും. അതെ, അതല്ല നമ്മള് ആലപ്പുഴക്കാർക്ക് പൊതുവെ നമ്മുടെ ഓഡിയൻസ് ഞാൻ പണ്ട് ഇങ്ങനെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയ മടിയുണ്ട്. കാരണം അവർക്ക് ആഗ്രഹമുണ്ട് ഫെയിം ആവണം, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും മടി കാരണം ആളുകൾ കളിയാക്കുന്നവർക്ക് മടി കാരണം നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി ഞങ്ങൾ എല്ലാവരും സെറ്റാക്കി വേറെ വൈബിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ പബ്ലിക് വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ഒക്കെ അതിന്റെ തുടക്കമായിട്ട് ഞങ്ങൾ ഓണം പ്രമാണിച്ച് ഞങ്ങൾ ബീച്ചിൽ ലൈവ് കുറച്ച് ഗെയിംസ്, ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ബാക്കി അപ്ഡേഷൻസ് ഒക്കെ വഴിയെ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വരിക, ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പ്രൈസ് ഒക്കെ കൊണ്ടുപോവുക. പിന്നെ രാത്രി നമുക്ക് പാട്ടിട്ട് തുള്ളാം, അത് മസ്റ്റ്. ഓക്കെ അല്ലേ? അപ്പം കുറെ നാളെ വീഡിയോ കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കാമല്ലോ എന്ന് വെച്ചാൽ. അപ്പൊ ബൈ ബൈ.